നമസ്കാരം, ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. സർക്കാർ ജീവനക്കാർക്ക് നാലാം ശനിയാഴ്ച അവധി നൽകുന്ന കാര്യത്തിൽ ഉപാധികൾ വെച്ച് സർക്കാർ പ്രവൃത്തി സമയം 15 മിനിറ്റ് കൂട്ടുകയും 5 കാഷ്വൽ ലീവ് റദ്ദാക്കുകയും ചെയ്യും. സർക്കാർ മുന്നോട്ട് വെച്ച വ്യവസ്ഥ സംഘടനകൾ തള്ളി. ആശ്രിത നിയമനം നിയന്ത്രിക്കാനുള്ള തീരുമാനത്തിൽ സംഘടനകളുടെ അഭിപ്രായം എഴുതി അറിയിക്കാൻ ആവശ്യപ്പെട്ട ചീഫ് സെക്രട്ടറി. സർക്കാർ ജീവനക്കാരുടെ ആശ്രിത നിയമന പദ്ധതി അവസാനിപ്പിക്കാനുള്ള സർക്കാർ നീക്കത്തിൽ ഭരണ പ്രതിപക്ഷ സംഘടനകൾ എതിർപ്പ് അറിയിച്ചു. ഇടുക്കി ജില്ലയിലെ ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയമഭേദഗതി കൊണ്ടുവരും. ചെറുനിർമ്മാണങ്ങൾ അടക്കം ക്രമപ്പെടുത്താനുള്ള നിയമഭേദഗതിക്ക് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള യോഗം തീരുമാനിച്ചു. പട്ടയഭൂമിയിൽ നിന്ന് ഉടമസ്ഥർക്ക് മരം മുറിക്കാൻ കഴിയാത്ത അവസ്ഥ പരിശോധിക്കാൻ വീണ്ടും മന്ത്രിതല യോഗം ചേരും. ഭൂപതിവ് ചട്ടത്തിലെ ഭേദഗതിയിൽ ഉന്നതതല തീരുമാനം തള്ളി സമരമുഖത്തുള്ള സംഘടനകൾ. സർക്കാർ പ്രഖ്യാപനം കണ്ണിൽ പൊടിയിടാനുള്ളതെന്ന് കോൺഗ്രസ്. ഇതിനു മുൻപ് ഈ തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും ഇടുക്കി എംപി ഡീൻ കുര്യാക്കോസ്. ഇടുക്കിയിൽ നിർമ്മാണങ്ങൾ മാത്രം ക്രമപ്പെടുത്താനുള്ള തീരുമാനം ദുരൂഹത നിറഞ്ഞതെന്ന് ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ്. കലോത്സവ സ്വാഗതഗാന വിവാദത്തിൽ അന്വേഷണം. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശിച്ചു. ഇനിയുള്ള മേളകളിൽ ഈ കലോത്സവ ഗാനം ചെയ്തവരെ പങ്കെടുപ്പിക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഗാനം തയ്യാറാക്കിയത് റിസപ്ഷൻ കമ്മിറ്റിയാണ്. ഇവരുടെ റിഹേഴ്സൽ സമയത്ത് ബന്ധപ്പെട്ട വേഷമില്ലാത്തതിനാൽ തിരിച്ചറിഞ്ഞില്ലെന്നും മന്ത്രി. സ്കൂൾ കലോത്സവ സ്വാഗതഗാന വിവാദത്തിൽ നടപടി വേണമെന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ്. മുസ്ലിം വേഷധാരിയെ ഭീകരവാദിയായി ചിത്രീകരിച്ചത് LDF സർക്കാർ നിലപാടിന് വിരുദ്ധമെന്നും CPM ജില്ലാ സെക്രട്ടേറിയറ്റ്. ഏതെങ്കിലും മതത്തെയോ ജാതിയെയോ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് സ്വാഗതഗാനത്തിന് ദൃശ്യാവിഷ്കാരം ഒരുക്കിയ സാംസ്കാരിക സംഘടനയായ മാതാ പേരാമ്പ്ര. കാർഗിൽ യുദ്ധം പരാമർശിക്കുന്നിടത്ത് നുഴഞ്ഞുകയറ്റക്കാരൻ എന്ന അർത്ഥത്തിലാണ് ദൃശ്യാവിഷ്കാരം ഒരുക്കിയത്. സർക്കാരോ സംഘാടക സമിതിയോ വിവാദത്തെക്കുറിച്ച് ചോദിച്ചിട്ടില്ല. സംഘാടക സമിതിയാണ് ദൃശ്യാവിഷ്കരണം ഒരുക്കാൻ ക്ഷണിച്ചതെന്നും മാതാ പേരാമ്പ്ര ഡയറക്ടർ കനകദാസ്. കലോത്സവത്തിൽ അവതരിപ്പിച്ച സ്വാഗതഗാനത്തിൽ ശരിയല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പരിശോധിക്കപ്പെടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPMഉം സർക്കാരും ഒരു മതത്തിനും വിശ്വാസത്തിനും എതിരല്ലെന്നും MV ഗോവിന്ദൻ. കലോത്സവ സ്വാഗതഗാനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ K മുരളീധരൻ MP. ഒരു മതവിഭാഗത്തെ ഭീകരരായി ചിത്രീകരിച്ചത് ആരാണ് അന്വേഷിക്കേണ്ടത്? സംസ്ഥാന സർക്കാർ നടത്തിയ പരിപാടിയാണ് കലോത്സവം. യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന UPയിലല്ല ഇത് നടന്നത്. കേന്ദ്ര സർക്കാരാണോ വിഷയം അന്വേഷിക്കേണ്ടതെന്നും മുരളീധരൻ ചോദിച്ചു. കലോത്സവ ഭക്ഷണത്തിന്റെ പേരിൽ ചിലർ വെറുതെ വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. മികച്ച കരിയർ റെക്കോർഡുള്ള പഴയിടം മോഹനൻ നമ്പൂതിരിയെ ക്രൂശിക്കുന്ന തരത്തിൽ ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ ദൗർഭാഗ്യകരമാണ്. ഇനിയും ഈ വിഷയത്തിൽ കടിച്ചു തൂങ്ങാൻ നിൽക്കുന്നവർക്ക് കൃത്യമായ അജണ്ടയുണ്ടെന്നും മന്ത്രി. കരുനാഗപ്പള്ളി ലഹരിക്കടത്ത് കേസിലെ മുഖ്യപ്രതി ഇജാസ് ഇക്ബാൽ CPM അംഗം. CPM സീവ്യൂ വാർഡ് പടിഞ്ഞാറ് ബ്രാഞ്ച് അംഗമാണ് ഇജാസ്. DYFI തുമ്പോളി മേഖലാ ഭാരവാഹിയായിരുന്നു. ഇജാസിന്റെ പാർട്ടി ബന്ധം തെളിയിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. കൌൺസിലർ ഷാനവാസിന്റെ ജന്മദിനാഘോഷങ്ങളിൽ ഇജാസ് പങ്കെടുക്കുന്ന വീഡിയോ ആണ് പുറത്തുവന്നത്. SFI ജില്ലാ സെക്രട്ടറി സൗരവ് സുരേഷ്, DYFI തുമ്പോളി മേഖലാ സെക്രട്ടറി സൽമാൻ, DYFI ആലുശ്ശേരി മേഖലാ സെക്രട്ടറി C നാഫ്, SFI ആലപ്പുഴ ഏരിയ സെക്രട്ടറി എന്നിവരും ആഘോഷത്തിൽ ഉണ്ട്. കരുനാഗപ്പള്ളിയിൽ പുകയില ഉൽപ്പന്നവുമായി പിടിയിലായ സജാദ് DYFI ആലപ്പുഴ വലിയമരം യൂണിറ്റ് സെക്രട്ടറി. പിടിയിലായി 2 ദിവസം കഴിഞ്ഞിട്ടും സജാദിനെതിരെയും സംഘടനാ നടപടി ഉണ്ടായിട്ടില്ല. ആലപ്പുഴയിലെ കൌൺസിലർ ഷാനവാസിന് ലഹരിക്കടത്തിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ പാർട്ടി നടപടി ഉറപ്പാണെന്ന് CPM ജില്ലാ സെക്രട്ടറി R നാസർ. എല്ലാ ആരോപണങ്ങളും പാർട്ടി പരിശോധിക്കും. ലഹരി വിൽപ്പന പോലെ നീചമായ രീതിയിൽ പണം ഉണ്ടാക്കുന്നയാളുകൾക്ക് പാർട്ടിയിൽ സ്ഥാനമില്ലെന്നും ജില്ലാ സെക്രട്ടറി. CPM കൌൺസിലറുടെ വാഹനത്തിൽ ലഹരി കടത്തിയ സംഭവത്തിൽ കോൺഗ്രസ് പ്രതിഷേധം. ആലപ്പുഴ നഗരസഭയ്ക്ക് മുന്നിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. ലോക്സഭയിലേക്ക് വീണ്ടും മത്സരിക്കാൻ താൽപര്യമുണ്ടെന്ന് K മുരളീധരൻ MP. താൽപര്യം നേരത്തെ അറിയിച്ചിട്ടുണ്ട്. നിലവിലെ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കാനാണ് താൽപര്യം. ആര് മത്സരിക്കണം മത്സരിക്കേണ്ട എന്ന് പറയേണ്ടത് ഹൈക്കമാൻഡാണെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് ഹൈബി ഈഡൻ. എല്ലാം തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. എവിടെ മത്സരിക്കണമെന്ന് തീരുമാനിക്കേണ്ടതും പാർട്ടിയാണെന്നും ഹൈബി. സ്ഥാനാർത്ഥിത്വം ആർക്കും സ്വന്തം നിലയിൽ തീരുമാനിക്കാനാകില്ലെന്ന് VD സതീശൻ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ വേണ്ടയോ എന്നതും എവിടെ മത്സരിക്കണമെന്നതും തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. അഭിപ്രായമുള്ളവർ അത് പാർട്ടിയെ അറിയിക്കണമെന്നും VD സതീശൻ.
തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിയുള്ള ചർച്ചകളെ തള്ളി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മുന്നണി ജയിച്ച ശേഷം മാത്രമാണ് മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കുക. ഓരോ പേരുകൾ ഇപ്പോൾ ഉയർത്തി ഇടങ്കോലിടാൻ ശ്രമിച്ചാൽ സാധ്യത മങ്ങും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തോറ്റതിന് ഒരു കാരണം മാത്രമല്ല ഉള്ളതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ജോസ് കെ മാണിക്കെതിരെ വൈറലായി വൈദികന്റെ പ്രസംഗം. മൂലക്കയം മലങ്കര കത്തോലിക്ക സഭ പള്ളി വികാരി ഫാദർ സ്ലീബയാണ് കേരള കോൺഗ്രസ് എമ്മിനെ വിമർശിച്ച് രംഗത്ത് വന്നത്. കേരള കോൺഗ്രസ് അംഗങ്ങളെ മാത്രം വിളിച്ച് യോഗം നടത്തിയതിലാണ് വിമർശനം. കേരള കോൺഗ്രസിന് കുത്തകയായി ലഭിച്ച സ്ഥലമാണോ പമ്പാവാലി എന്ന ചോദ്യം. പാലക്കാട് ധോണിയിൽ വീണ്ടും കാട്ടാന. PT-7 ഇറങ്ങി. PT-7 ഒപ്പം 2 കാട്ടാനകളുമുണ്ട്. ധോണി മായാപുരത്താണ് കാട്ടാന ഇറങ്ങിയത്. വയനാട്ടിൽ വീണ്ടും കടുവയുടെ ആക്രമണം. ബത്തേരി പൂതിക്കാട് കരടിമൂലയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി കടുവയുടെ ആക്രമണമുണ്ടായത്. പറമ്പത്ത് രാമകൃഷ്ണന്റെ 2 ആടുകൾക്ക് പരിക്കേറ്റു. സ്ഥലത്ത് ക്യാമറകൾ സ്ഥാപിക്കാനും ആവശ്യമെങ്കിൽ കൂട് സ്ഥാപിക്കാനും തീരുമാനം. പാലക്കാട് ധോണിയിൽ PT-7 എന്ന കാട്ടാനയെ പിടികൂടാനുള്ള ദൌത്യസംഘം നാളെ എത്തും. വയനാട്ടിൽ PM2വിനെ പിടികൂടിയ ദൌത്യസംഘം ഒരു ദിവസത്തെ വിശ്രമത്തിന് ശേഷമാണ് നടപടികൾ ആരംഭിക്കുക. എന്നാൽ കുങ്കിയാനകളെ ഉപയോഗിച്ച് PT-7 നിരീക്ഷിച്ചു വരികയാണ്. കാസർഗോഡ് ദേശീയപാത നിർമ്മാണ തൊഴിലാളികൾ സമരത്തെ തുടർന്ന് ചെങ്ങളം മുതൽ നീലേശ്വരം വരെ റീച്ചിൽ നിർമ്മാണ പ്രവൃത്തികൾ തടസ്സപ്പെട്ടു. മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ഇതര സംസ്ഥാനക്കാരായ 200ഓളം ഉപകരാർ തൊഴിലാളികളാണ് പണിമുടക്കുന്നത്. 4 മാസത്തെ ശമ്പളം കിട്ടിയില്ല എന്നാണ് ഇവരുടെ പരാതി. ഉപകരാർ നൽകിയ കമ്പനിക്ക് തുക കൈമാറിയിട്ടുണ്ടെന്ന് മേഘ കൺസ്ട്രക്ഷൻ കമ്പനി. ഉത്തരവാദിത്തം തങ്ങൾക്കല്ലെന്നും കമ്പനിയുടെ വിശദീകരണം. വൈപ്പിൻ ദ്വീപുകളിൽ നിന്നുള്ള സ്വകാര്യ ബസ്സുകൾക്ക് എറണാകുളം നഗരത്തിലേക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് സമരത്തിൽ. ഹൈബി ഈഡൻ MPയുടെ 24 മണിക്കൂർ സമരം തുടങ്ങി. സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് CPM. കാശില്ലാത്തവൻ കളി കാണണ്ട എന്ന് പറയുന്നവരാണ് വൈപ്പിനിൽ നിന്ന് ബസ്സും അനുവദിക്കാത്തതെന്ന് K. മുരളീധരൻ MP. വലിയ പദ്ധതികൾക്ക് പുറകെയാണ് സർക്കാർ. അത് കമ്മീഷൻ അടിക്കാനാണ്. കാര്യങ്ങൾ പറയുന്ന ജനങ്ങളെ സർക്കാർ വിരുദ്ധരാക്കുന്നതായും മുരളീധരൻ. ഹൈബി ഈഡന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നടത്തുന്ന ഏകദിന നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് മിഠായി തെരുവിലെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുന്നു. റോഡരികിൽ ഉണ്ടാക്കിയ കടമുറികളാണ് കോഴിക്കോട് കോർപ്പറേഷൻ പൊളിച്ചു നീക്കുന്നത്. പാർക്കിംഗ് പ്ലാസ നിർമ്മാണത്തിനായി കടയൊഴിയുന്ന വ്യാപാരികളാണ് റോഡരികിൽ കടമുറികൾ നിർമ്മിച്ചത്. ബഫർ സോൺ വിഷയം സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെ ഇതുവരെ ലഭിച്ച 70,224 പരാതികളിൽ തീർപ്പാക്കിയത് 35,864 പരാതികൾ മാത്രം. 41,444 നിർമ്മാണങ്ങൾ ഭൂപടത്തിൽ അധികമായി കൂട്ടിച്ചേർത്തു. പീച്ചി വന്യജീവി സങ്കേതത്തോടനുബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ പരാതി ലഭിച്ചത്. പരാതി നൽകാൻ സമയം അവസാനിച്ചെങ്കിലും ഫീൽഡ് സർവേ ഈ ആഴ്ച മുഴുവൻ തുടരും. ബഫർ സോൺ വിഷയത്തിൽ നിർമ്മിതികൾ സംബന്ധിച്ച് അസറ്റ് മാപ്പർ ആപ്പിൽ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാതെ 10 പഞ്ചായത്തുകൾ. പരാതി പരിഹാരം മന്ദഗതിയിലായി. ഇതുവരെയുള്ള കണക്കിൽ വന്യജീവി സങ്കേതങ്ങളുടെ 1 കിലോമീറ്റർ പരിധിയിൽ വരുന്നത് 85,000ഓളം നിർമ്മിതികളാണെന്ന് വനം വകുപ്പ് സാക്ഷ്യപ്പെടുത്തുന്നു. സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ ബഫർ സോൺ മേഖലയെ ഭവാനി വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിനെതിരെ കർഷക സംഘടനകൾ രംഗത്ത്. സർക്കാർ നീക്കത്തിനെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് അട്ടപ്പാടിയിലെ പ്രദേശവാസികൾ. അട്ടപ്പാടിയിൽ മറ്റൊരു വന്യജീവി സങ്കേതം കൂടി പ്രഖ്യാപിച്ചാൽ പ്രദേശവാസികൾക്ക് വലിയ പ്രതിസന്ധിയാകും നേരിടേണ്ടി വരികയെന്ന് കർഷക സംഘടനകൾ. സംസ്ഥാനത്ത് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം ഹൈക്കോടതി റദ്ദാക്കി. 60 ഗ്രാംസ് പെർ സ്ക്വയർ മീറ്ററിന് താഴെ ഖനമുള്ള പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്ക് ഏർപ്പെടുത്തിയ നിരോധനമാണ് റദ്ദാക്കിയത്. നിലയ്ക്കലിൽ വാഹനങ്ങളുടെ പാർക്കിംഗ് ഫീസ് പിരിക്കാനുള്ള കരാർ റദ്ദാക്കി. കൊല്ലം ചൂരനാട് സ്വദേശി സജീവനാണ് പാർക്കിംഗ് ഗ്രൗണ്ട് കരാർ എടുത്തിരുന്നത്. ടെൻഡർ തുക പൂർണ്ണമായും അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്നാണ് ദേവസ്വം ബോർഡ് നടപടി. ഇവിടെ പാർക്കിംഗ് ഫീസ് പിരിക്കുന്നത് ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു. ശബരിമലയിൽ മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മകരജ്യോതി ദർശനത്തിനെത്തുന്ന ഭക്തർ സന്നിധാനത്ത് ക്യാമ്പ് ചെയ്ത് ഭക്ഷണം പാകം ചെയ്യുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തർ വലിയ പാത്രങ്ങൾ പമ്പയിൽ നിന്ന് കൊണ്ടുവരുന്നതിനും സന്നിധാനത്തെ കടകളിൽ വിൽക്കുന്നതിനും നിരോധനമുണ്ട്. സന്നിധാനത്ത് ഹൃദയാഘാതത്തെ തുടർന്ന് തീർത്ഥാടകൻ മരിച്ചു. ചെന്നൈ മൈലാപ്പൂരിൽ നിന്നെത്തിയ കന്നിയപ്പനാണ് മരിച്ചത്. 74-കാരനായ കന്നിയപ്പൻ ഇന്ന് പുലർച്ചെ സന്നിധാനം ഗവൺമെന്റ് ആശുപത്രിയിലാണ് മരിച്ചത്.
ഗാനഗന്ധർവൻ KJ യേശുദാസിന്റെ 83ാം ജന്മദിനത്തോടനുബന്ധിച്ച് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ. തന്ത്രി ഡോക്ടർ K. രാമചന്ദ്ര അടികയുടെ കാർമ്മികത്തിലാണ് പൂജകൾ നടന്നത്. ശ്രീ മൂകാംബിക സംഗീതാർച്ചന സമിതിയുടെ നേതൃത്വത്തിൽ സ്വർണ്ണമുഖി വേദിയിൽ സംഗീതാർച്ചനയും നടന്നു. KJ യേശുദാസിന്റെ 83ാമത് പിറന്നാൾ ആഘോഷിച്ച സുഹൃത്തുക്കളും ആരാധകരും. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ കേക്ക് മുറിച്ചാണ് പിറന്നാൾ ആഘോഷിച്ചത്. യുവ സംവിധായിക നയന സൂര്യന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നയനയുടെ ബന്ധുക്കൾ. ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും ബന്ധുക്കൾ. മലപ്പുറത്ത് കുടുംബ കോടതിക്ക് സമീപം ഭാര്യയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച ഭർത്താവ് പിടിയിൽ. മേലാറ്റൂർ സ്വദേശി മൻസൂർ അലിയാണ് അറസ്റ്റിലായത്. പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1.5 കിലോ ചരസ് പിടികൂടി. ഷാലിമാർ തിരുവനന്തപുരം എക്സ്പ്രസിൽ നടത്തിയ പരിശോധനയിലാണ് ചരസ് കണ്ടെത്തിയത്. ഇതിന് വിപണിയിൽ 1 കോടിയിലധികം വില വരും. തൃശൂരിൽ 54 ലക്ഷം രൂപയുടെ സ്വർണ്ണവേട്ട. പരശുറാം എക്സ്പ്രസിൽ സ്വർണം എത്തിച്ച മലപ്പുറം വേങ്ങാട് സ്വദേശി മണികണ്ഠനെ അറസ്റ്റ് ചെയ്തു. 1 കിലോയിലധികം സ്വർണം ദ്രവരൂപത്തിലാക്കിയാണ് കടത്തിയത്. നാദാപുരത്ത് വൻ തീപിടുത്തം. ചെരുപ്പ് കടയുടെ ഗോഡൌണായി പ്രവർത്തിക്കുന്ന 1ാം നിലയിലാണ് തീ പടർന്നത്. താഴത്തെ നിലയിലാണ് ചെരുപ്പ് കട പ്രവർത്തിക്കുന്നത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. കുപ്രസിദ്ധ ഗുണ്ട പുത്തൻപാലം രാജേഷിന്റെ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തമ്പാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത കാർ മെഡിക്കൽ കോളേജ് പോലീസിന് കൈമാറി. കാർ ഡ്രൈവറും കസ്റ്റഡിയിലുണ്ട്. മെഡിക്കൽ കോളേജിൽ ആംബുലൻസ് ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയതിന് രാജേഷിനെതിരെ പരാതിയുണ്ടായി. പട്ടിണി കിടക്കുന്നവരും അല്ലാത്തവരും കായിക മത്സരം ആസ്വദിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പട്ടിണി കിടക്കുന്നവർക്ക് ചിലപ്പോൾ ആസ്വാദനത്തിന് പ്രയാസമുണ്ടാകും. അതായിരിക്കും മന്ത്രി ഉദ്ദേശിച്ചതെന്നും MV ഗോവിന്ദൻ. EP ജയരാജനെതിരെ ഉണ്ടായത് ഗുരുതരമായ ആരോപണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPM-നുള്ളിൽ ആരും ഇത് നിഷേധിച്ചിട്ടില്ല. പാർട്ടി തന്നെ അന്വേഷണം തീർപ്പാക്കി. EP ജയരാജന് എവിടെ നിന്നാണ് ഈ പണം ലഭിച്ചതെന്നും VD സതീശൻ. തിരുവനന്തപുരം നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി മേടയിൽ വിക്രമനെ തെരഞ്ഞെടുത്തു. LDF സ്ഥാനാർത്ഥി മേടയിൽ വിക്രമന് 7ഉം BJP സ്ഥാനാർത്ഥി തിരുമല അനിലിന് 4ഉം വോട്ട് ലഭിച്ചു. UDF-ന്റെ ഏക അംഗം P. പത്മകുമാർ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. സർവകലാശാല നിയമ ഭേദഗതി ബിൽ ഒപ്പിടാത്തത് ഗവർണറുടെ തീരുമാനമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു. ഇക്കാര്യത്തിൽ സമവായങ്ങൾക്ക് സർക്കാരിന് പ്രശ്നമില്ല. ഗവർണർ ഒപ്പിട്ടില്ല എങ്കിൽ ഭരണഘടന അനുസരിച്ച് സർക്കാർ നടപടി കൈക്കൊള്ളുമെന്നും മന്ത്രി. ശമ്പളം ഇരട്ടിക്കൽ വിവാദത്തിലും സൈബർ ആക്രമണത്തിലും അടക്കം പ്രതികരിച്ച യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്ത ജെറോം. വസ്തുതകൾ മനസ്സിലാക്കാതെയുള്ള വിമർശനമാണ് നടക്കുന്നത്. അധിക്ഷേപങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും ചിന്ത. ഗുരുതര കുറ്റകൃത്യങ്ങളിലേർപ്പെട്ട 58 പോലീസ് ഉദ്യോഗസ്ഥരെ 1 വർഷത്തിനുള്ളിൽ പിരിച്ചുവിട്ട് ശുദ്ധീകരണ നടപടികളിലേക്ക് കടക്കാൻ തീരുമാനം. 4 പോലീസുകാരെ കൂടി 2 മാസത്തിനുള്ളിൽ പിരിച്ചുവിടുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. പിരിച്ചുവിട്ടതിനെതിരെ ഉദ്യോഗസ്ഥർക്കും മേലുദ്യോഗസ്ഥർക്കും DGP-ക്കും സർക്കാരിനും അപ്പീൽ നൽകാനാകും. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ഏകദിനത്തിൽ കോഹ്ലിക്ക് സെഞ്ചുറി. ഏകദിനത്തിൽ കോഹ്ലിയുടെ 45ാം സെഞ്ചുറിയാണ് ഇത്. ഇതോടെ 73 സെഞ്ചുറികളാണ് കോഹ്ലി നേടിയത്. ഹോം ഗ്രൗണ്ടിലെ സെഞ്ചുറി നേട്ടത്തിൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ ലോക റെക്കോർഡിനൊപ്പമെത്തി കോഹ്ലി. വിവാദമായ ദ കശ്മീർ ഫയൽസും കാന്താരയും ഉൾപ്പെടെ 5 ചിത്രങ്ങൾക്ക് ഓസ്കർ പുരസ്കാര നോമിനേഷൻ. RRR, ഗംഗുബായ്, കതിയാവാദി, ഇരവിൻ നിഴൽ എന്നിവയാണ് നോമിനേഷൻ. ഓസ്കർ ലഭിച്ച മറ്റ് ഇന്ത്യൻ ചിത്രങ്ങൾ. മികച്ച അഭിനേതാക്കളുടെ പട്ടികയിൽ ദ കശ്മീർ ഫയൽസിലെ താരങ്ങളുമുണ്ടെന്ന് സംവിധായകൻ വിവേക് അഗ്നിഹോത്രി ട്വീറ്റ് ചെയ്തു. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.